ഈ നിയമവശമായിട്ടൊക്കെ അങ്ങ് പോയി ഫൈറ്റ് ചെയ്ത് അവസാനം ടാറ്റാക്കാർ എനിക്ക് ഫ്രോൺസ് എടുത്ത് തന്നെന്നുള്ളൊരു ഇനി ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കാൻ ഞാനൊരു വണ്ടി ഇവന് റീച്ചും വ്യൂവും കൊടുക്കാൻ ഞാൻ ഇനി ഒരു വണ്ടി എടുക്കുന്നില്ല. ഓടിക്കാൻ വേണ്ടിയും സൂര്യജീവിതത്തിന് വേണ്ടി അവസാനം നമ്മൾ ആദ്യമേ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഒഴിവാക്കിയ ഫ്രോൺസിലോട്ട് തന്നെ നമ്മൾ എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും, എനിക്ക് മാരുതിയെക്കുറിച്ചും ടാറ്റ നെക്സോണിനെ കുറിച്ചും 100% സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാൻ ഏക ആള് അർഹതപ്പെട്ട ആള് ഞാനാണുള്ളത്. എല്ലാ ഫോട്ടോയ്ക്കും താഴെ മിനിമം 2 ഇഞ്ചക്ഷന്റെ ഫോട്ടോയെങ്കിലും. അത് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇത്ര എല്ലാം കാണിച്ചു കൂട്ടിയിട്ടും നിങ്ങളുടെ ജാതകവും ഗ്രഹനിലയും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വണ്ടി കിട്ടും. എനിക്ക് എന്റെ മോശം സമയത്തായിരിക്കും ഞാനത് എടുത്തിട്ടുള്ളത്. എന്നാലും അവരെ വേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോണം, നിങ്ങൾ ചിന്തിച്ചോണം. ഇപ്പൊ കർവ് ഇറങ്ങി, തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വേറെ ഒരു ക്യാമഫ്ലാഗ് വണ്ടിയും ടാറ്റയുടെ പോകുന്ന കാണാം. അപ്പൊ ഇപ്പം കർവ് എടുക്കുന്നവർ തന്നെ ചിന്തിക്കും ഇത് ഒരുമാതിരി മറ്റേ പരിപാടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ ഫ്രോൺസായിട്ട് വന്നേക്കാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഓൾറെഡി അറിയാം. നമ്മുടെ പഴയ ടാറ്റ വീടിലൂടെ വേറെ മസിലളിയിലാണ്. മസിലളിയിൽ ഒന്നും കൂടെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ മസിലളിയൻ. തീർച്ചയായിട്ടും വെൽക്കം ബാക്ക്. ഓക്കെ, അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. പിന്നെ ഈ അർണോൾഡ് ഷ്വാസ്നഗർ ടെർമിനേറ്റർ സിനിമയിൽ പറയുന്ന പോലെ ഐ ആം ബാക്ക്. വീണ്ടും നീ പോയില്ലാടാ, നീ വീണ്ടും. സത്യമായിട്ട് നമ്മുടെ നെക്സോൺ വീഡിയോയ്ക്ക് ശേഷം കുറെയൊക്കെ പൊങ്കാലകൾ തീർച്ചയായിട്ടും എനിക്കും വന്നു, വന്നു കാണും. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫോളോ അപ്പുകൾ എന്നെ നേരിട്ട് വിളിച്ചവരുണ്ട്. ജിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇതേ അനുഭവമുള്ള കുറേ ആൾക്കാർ എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാം അറിയേണ്ടിയിരുന്നത് എൻ്റെ നെക്സോൺ എന്ത് പറ്റി. അത് കഴിഞ്ഞ് 3ാമത്തെ എപ്പിസോഡ് എന്ത് ചെയ്യും. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇതൊരു മെഗാ സീരിയലാക്കാനുള്ള പരിപാടി കാണുമെന്നുള്ളത് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു. എന്നാലും ചില സാങ്കേതികപരമായിട്ടുള്ള ജിഷ്ണു അറിയാം, അത് ചില ടൈമിൻ്റെ പ്രശ്നവും പിന്നെ നെക്സോണുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് പർപ്പിൾ കളറും നെക്സോണും ഞങ്ങൾ അടുപ്പിച്ചിട്ടേ ഇല്ല. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നീട് വീണ്ടും ചർച്ചാ വിഷയമാകും. പിന്നെ നമുക്ക് ഇനിയും സർവീസും കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ളതാണ്. ഇപ്പം നിലവിൽ നെക്സോണിന്റെ 3rd സർവീസ് തിരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. 14,000 കിലോമീറ്റർ ആയിരിക്കുന്നല്ലേ. 14,000 സക്സസ്ഫുള്ളി റീച്ച്ഡ് 14,000 കിലോമീറ്റർ സക്സസ്ഫുള്ളി ഓക്കെ ആൻഡ് സെമി സാറ്റിസ്ഫൈഡ്. അങ്ങനെ ഞാൻ കിള്ളും വീണ്ടും വേണ്ട എങ്ങനെ കിള്ളി അതന്നെ. അങ്ങനെ നമ്മുടെ ടാറ്റ നെക്സോൺ എന്ന ഒരു വലിയ മസിൽഡ് കാറിൽ നിന്ന് ഓഫ് കോഴ്സ് ഒരു ഫ്രോൺസ് എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ ആൾക്കാർ എപ്പോഴും മാരുതി എന്ന് പറയുമ്പം ഇപ്പം ഡീഗ്രേഡേഷൻ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണല്ലോ. ശരിക്കും അതിലോട്ടുള്ള ഒരു വരവ്. തീർച്ചയായിട്ടും ഞാൻ നെക്സോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഫ്രോൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രോൺസ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് അതിൻ്റെ പവർ ഡ്രോപ്പ്, അതായത് ഒരു പവർ നമ്മൾ ഉദ്ദേശിച്ച അത്രയും, കൂടാതെ എന്നെ വഹിക്കാനും എന്നെ എൻ്റെ ഭാര്യയും വഹിക്കാനുള്ള ഒരു പവർ പോലും ഇതിനില്ലെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എന്നാൽ ഡീസൽ നെക്സോണിലോട്ട് പോകുന്നത് തന്നെ. പിന്നെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ. അപ്പം കറങ്ങി തിരിഞ്ഞ് എൻ്റെ നെക്സോണിൻ്റെ ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാത്തവർ ഒന്നും കൂടെ കയറി നോക്കിയാൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. അപ്പം അങ്ങനെ നെക്സോണിൻ്റെ ഇഷ്യൂസ് എല്ലാം പോകെ എൻ്റെ വണ്ടി അവൈലബിൾ ആകാത്ത സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായി. കാരണം നെക്സോണിൻ്റെ ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ഇനിയും യാടി പോയി കഴിഞ്ഞാൽ ഒരു മാസവും 2 ആഴ്ചയൊക്കെയാണ് മിക്കപ്പോഴും ഹോൾഡ് ഓൺ കിടക്കുന്നത്. അപ്പം നമുക്ക് വണ്ടിയില്ല. നിലവിൽ ഉണ്ടായിരുന്ന ഒരു കാർ വിറ്റിട്ട് നമ്മൾ നെക്സോൺ എടുക്കുന്നു. നെക്സോൺ എടുത്തതിന് ശേഷം നമുക്ക് ഈ വണ്ടി യാർഡിലാണ് മിക്കപ്പോഴും കിടക്കുന്നത്. ഓടിക്കാൻ വേണ്ടി അടുത്തൊരു വണ്ടി എടുക്കണം. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയും സൂര്യജീവിതത്തിന് വേണ്ടി അവസാനം നമ്മൾ ആദ്യമേ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഒഴിവാക്കിയ ഫ്രോൺസിലോട്ട് തന്നെ നമ്മൾ ആദ്യമേ പകുതി മനസ്സായിരുന്നെങ്കിൽ നെക്സോൺ എടുത്തതിന് ശേഷം നല്ല മനസ്സോടെ തന്നെ നമ്മൾ ഫ്രോൺസ് എടുത്തു. പിന്നെ പലർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ നിയമവശമായിട്ടൊക്കെ അങ്ങ് പോയി ഫൈറ്റ് ചെയ്ത് അവസാനം ടാറ്റാക്കാർ എനിക്ക് ഫ്രോൺസ് എടുത്ത് തന്നുള്ള ഒരു രീതിയിലാണ് പബ്ലിക്ക് പുറകെ നമ്മൾ പറയാം. അങ്ങനെ ടാറ്റാക്കാരുടെ നീ ഫ്രോൺസ് മേടിച്ചെടുത്തെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ്, ഇത് ടാറ്റാക്കാർ എടുത്തു തന്നതല്ല. എല്ലാ സാധാരണക്കാരെ പോലെ തന്നെ
ലോണും എന്നെ ഉദ്ദേശിച്ചാണ്, എന്റെ ഉദ്ദേശം മാത്രമാണ് ഞാൻ തമ്മിൽ ഇടാതിരിക്കാൻ വേണ്ടി. ഇവന്റെ തമ്മിലില് കുറിക്ക് കൊള്ളണ്ട അങ്ങ് കൊള്ളും, അത് ചിലവർക്ക് അങ്ങ് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ആ തമ്മിൽ കാരണം എനിക്ക് ഒത്തിരി കോളൊക്കെ വന്നായിരുന്നു. പറഞ്ഞത് ടാറ്റ വിരോധി എന്നുള്ള ആസ്ഥാന കിരീടം അങ്ങിരിക്കും. കിരീടം വന്നതിന് ഒത്തിരി പേര് വിളിച്ച് തമ്മിൽ മാറ്റാമെന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും, കാരണം എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ടാറ്റയിലെ ചില സ്റ്റാഫുകളൊക്കെ തന്നെ ആണെങ്കിലും അവർക്കും ഈ റിവ്യൂ ചാനലും ഒക്കെ ഉള്ള സ്റ്റാഫുകളുണ്ട് ടാറ്റയ്ക്കും. അവർ വഴി ഫേക്ക് അക്കൗണ്ട് വഴിയാണെങ്കിലും ജെന്യൂനായിട്ടാണ് ഇവർ വിളിച്ച് പറയുന്നത് തമ്മിൽ മാറ്റി അവരുടെ സെയിലിനെ ബാധിക്കും എന്നുള്ള ഒരു ഇഷ്യൂ നമ്മളെയും വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം ജിഷ്ണുവോട് ഞാൻ പറയാം, എടാ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഒരു മാരുതി ഹേറ്റർ എന്നുള്ള നിലയിലാണ് ഞാൻ ആദ്യമേ പോയി ടാറ്റ ബുക്ക് ചെയ്യുന്നത്. അപ്പം തിരിച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വെച്ച് ഞാൻ അവസാനം കറങ്ങി തിരിഞ്ഞ് മാരുതിയിലെത്തിയപ്പം എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും, എനിക്ക് മാരുതിയെക്കുറിച്ചും ടാറ്റ നെക്സോണിനെ കുറിച്ചും 100% സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാൻ ഏക ആള്, അർഹതപ്പെട്ട ആള് ഞാനാന്നുള്ളത് മനസ്സിലായി. എല്ലാം മറ്റേ ഫുള്ള് അപ് ടു ഡൗൺ നമ്മളെ മനസ്സിലാക്കി. അതന്നെ, അടിമുടി മുതൽ നമുക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റി. അതിനോടൊപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടാറ്റ നെക്സോൺ എടുത്തിട്ട് എനിക്ക് മേ ബി അടുത്ത മാസം 1 വർഷമാവുക. അപ്പോൾ 1 വർഷമായപ്പം എനിക്ക് മനസ്സിലായത് എന്നെ ഏകദേശം കസ്റ്റമർ സർവീസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് വിളിച്ചിട്ടുള്ള ഏകദേശം 3-4 പ്രാവശ്യം മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. വിളിക്കാൻ പറ്റത്തില്ലല്ലോ, വിളിക്കാൻ അധികം പറ്റത്തില്ല, അത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഫ്രോൺസ് എടുത്തിട്ട് ഏകദേശം ഒരു 4 മാസം 5 മാസം ആവുന്നേ ഉള്ളൂ. ഇതിനിടെ തന്നെ അവരുടെ ഫീഡ്ബാക്ക്, ഫോളോ അപ്പ് കാര്യങ്ങൾ, നമ്മൾ അവസാനം സഹോദരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാം, നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിക്കില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, എൻ്റെ വണ്ടിക്ക് വിഷയമുണ്ട്. അങ്ങനെ ദൈവദിനം കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു, ഫോളോ അപ്പ്. അന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഈ കാര്യം സംസാരിച്ചു. എനിക്ക് പിന്നെ മനസ്സിലായത്, ഞാനന്ന് ഫ്രോൺസ് എടുക്കുന്നതിന് മുമ്പും ജിഷ്ണുവിൻ്റെ വണ്ടി റെനോൾട്ട് കൈഗറാണ്. എന്നെ സംബന്ധിച്ചോളം കൈഗറിൻ്റെ മാഗ്നറ്റിൻ്റെയും ഡിസൈൻ അപ്പാരലിൽ ഞാൻ വീണ് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോഴും ഞാൻ ഒന്ന് പതറി ഇതിനിടയ്ക്ക്. ഫ്രോൺസ് എടുക്കുന്ന മുമ്പേ മാഗ്നൈറ്റിനെ കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അപ്പം ജിഷ്ണു എന്തായാലും റെനോൾട്ടിൻ്റെ തന്നെ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ജിഷ്ണു ആദ്യമേ പറഞ്ഞത്, 1 പ്രാവശ്യം ചാണകക്കുഴി വീണു, ഇനി പിന്നെ അങ്ങോട്ട് ചാടാൻ വേണ്ടി താല്പര്യമുണ്ട്, പോയി വെച്ചോളാനാണ് പറഞ്ഞത്. അപ്പം അത് ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി എന്താ പുള്ളി ഉദ്ദേശിക്കുന്നുള്ളത്. അധികം കഥ പറയേണ്ട, ഇനി ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കാൻ ഞാനൊരു വണ്ടി, ഇവന് റീച്ചും വ്യൂവും കൊടുക്കാൻ ഞാൻ ഇനി ഒരു വണ്ടി എടുക്കുന്നില്ല. അതുകൊണ്ട് മാരുതിയുടെ തന്നെ ജനപ്രിയമായിട്ടുള്ള ഈ പറഞ്ഞ ഫ്രോൺസ്. കാരണം എനിക്ക് മനസ്സിലായത്, പല പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും ഗ്രാൻഡ് വിറ്റാറയുടെ എല്ലാ റിസംബ്ലൻസും ഉണ്ട്. എന്നാൽ ഗ്രാൻഡ് വിറ്റാറേക്കാൾ ഇച്ചിരി കൂടെ ഒരു ചങ്കി ഫേസ് ഇതിനുണ്ട്, നല്ലൊരു മസ്കുലർ ലുക്ക് ഉണ്ട് എന്തായാലും. അതും അതേപോലെ തന്നെ ആ വലിപ്പവും വലിയ കൊണ്ടുനടക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഇപ്പം ഒരു നെക്സോൺ ഉള്ളപ്പോൾ നമ്മളൊരു സെക്കൻഡറി വണ്ടി എന്നുള്ള രീതിയിലും ആണ് നമ്മൾ ഇതെടുക്കാൻ തീരുമാനിച്ചത്. ആദ്യമേ ഇഗ്നിസിലോട്ടാണ് പോയത്. പിന്നെ വൈഫിനും ഉപയോഗിക്കാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായ ഒരു നെക്സൺ യൂസറായിട്ടുള്ള എൻ്റെ വണ്ടി മിക്കപ്പോഴും സർവീസ് സെൻ്ററിലായ സ്ഥിതിക്ക് ഭാര്യയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു വാഹനം എടുത്ത് പിന്നെയും ഞാൻ ഈ കുഴിയണയ്ക്കാതിരിക്കേണ്ട, എന്നാൽ നെക്സോണോടൊപ്പം നിൽക്കുന്ന ഇച്ചിരി കൂടെ റിലയബിലിറ്റി ഉള്ള റീസെയിൽ വാല്യൂ ഒക്കെ ഉള്ള ഫ്രോൺസ് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇത് എൻ്റെ റിയാലിറ്റി. ഞാൻ പറഞ്ഞു, മാരുതിയെക്കുറിച്ചും ടാറ്റയെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ അവകാശപ്പെട്ട ആള് ജീവൻ ബോസാ. അങ്ങനെ അപ്പം ആൾക്കാർ പറയും ഈ സേഫ്റ്റി എന്നൊരു മാനദണ്ഡം പറയുമ്പോഴത്തേന് ആൾക്കാർ അത് ശരിക്കും പറഞ്ഞൊരു മാർക്കറ്റ് ചെയ്യുന്ന തന്ത്രമാവട്ടെ. നമ്മുടെ വീഡിയോക്കകത്ത് താഴെയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 70% നെഗറ്റീവ് റിവ്യൂസ് വന്നത് PR വർക്കാണ്. തീർച്ചയായിട്ടും PR വർക്കാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് മറ്റേ ഹിന്ദി നെയിമും മലയാളത്തിൽ എഴുതും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള പരിപാടിയാണ്. കുറേക്കാർ വരെ അവരുടെ അക്കൗണ്ടിൽ നമുക്ക് മലയാളത്തിൽ കമന്റ് അയച്ചിട്ടുണ്ട്. അത് ഭയങ്കര PR വർക്ക്. ടാറ്റയ്ക്ക് എനിക്ക് ഞാൻ അന്ന് പറഞ്ഞ കാര്യം, ടാറ്റ സെയിൽസ് ഫിഗർ കൂട്ടുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെയിൽസും പോട്ടെ സർവീസും കൂടെയാണ്. സർവീസ് കോൺസെൻട്രേറ്റ് ചെയ്ത പല നമുക്കൊരു മാനദണ്ഡം ഉണ്ടെന്ന് ഇത്ര നീ വിഷ്ണു ഈ PR-ന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബ് റെഫർ ചെയ്യുമ്പോഴത്തേക്കും ചില സമയം വോട്ടിംഗ് ഇത് വരുമല്ലോ. അതായത് കാർ ദേക്കോ അങ്ങനെ കുറെ വെബ്സൈറ്റിൽ നിന്നൊക്കെ എങ്ങനെ ആൾക്കാർ 4 ബ്രാൻഡഡ് വണ്ടി ഇട്ടാലും ഇതിന് എപ്പോഴും 60% എബവ് നിൽക്കുന്ന ടാറ്റ വാഹനങ്ങളാണ്. അങ്ങനെ ഞാൻ റെഫർ ചെയ്ത് വന്നപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ഡിസൈൻ ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള വണ്ടി ഏതാന്ന്
ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇതേ കാറ്റലോഗ് വന്നു. അതിലും 60% ടാറ്റ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബോധമില്ല. കാരണം ഇത് AI വെച്ചിട്ടായിരിക്കും ടാറ്റ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൂടുതൽ കാണിക്കുക എന്നുള്ളതാണ് ഈ AI വെച്ച് വേണം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടാഗ് സെറ്റ് ചെയ്യുന്ന കാരണം ടാറ്റ എന്ന് കണ്ടാൽ പ്രോഗ്രാം ചെയ്ത് ഓക്കെ കൂടുതൽ റേഷ്യോ 60+. അതുകൊണ്ട് ഞാൻ #ടാറ്റ എന്നിടും. ഏത് വീഡിയോ ഇട്ടാലും ടാറ്റ എന്ന് കിട്ടാൻ മതി. മാരുതിയുടെ വണ്ടി ഇട്ടിട്ട് ടാറ്റ എന്ന് കിടക്കുക. അത് തന്നെ റീച്ച് കൂടുതൽ കിട്ടുന്നത് കിട്ടട്ടെ, അവര് റീച്ച് കൂടെ. ഇത് കൂടാതെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ബൈജു നായരുടെ ഒരു റീസെന്റ് വീഡിയോ, പുള്ളി ഇപ്പം പുതിയതായിട്ട് എനിക്ക് തോന്നുന്നത് റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞ് ഇപ്പം പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെ പുള്ളിയുടെ ചാനലിൽ ടാറ്റ നെക്സോൺ ഇലക്ട്രിക്കൽ EV ഉള്ള ഒരു പയ്യൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, ടാറ്റ വണ്ടി ഉള്ളവർ മസ്റ്റായിട്ട് ഒരു സെക്കൻഡറി വണ്ടിയും കൂടെ ഓൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയെന്നുള്ളൂ. അപ്പം ആ വീഡിയോ ഇറങ്ങിയത് ഒരാഴ്ച മുമ്പാണ്. പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 5 മാസമായി. അപ്പം ഈ 5 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ആ സഹോദരൻ ബൈജു നായരുടെ വീഡിയോ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ ടാറ്റ ആണ് ഓണർ ഷൂട്ട് ബൈ മാരുതി കാർ ആസ് ഏർലി ആസ് പോസിബിൾ. അങ്ങനെയുള്ള നല്ല ഓഫർ ഉള്ളപ്പോൾ എടുത്താൽ മതി. എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോകും. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പം സമാധാനം അങ്ങനെ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും സമാധാനം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളിൽ വരുന്ന ദേവതയായിട്ട് ഇപ്പം ഫോൺസ് മാറിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ രാവിലെ എണീക്കുന്നു, കാര്യങ്ങളെല്ലാം റൊട്ടീൻ റെഡിയാക്കി വെളിയിൽ ഇറങ്ങാൻ നേരത്ത് നെക്സോൺ ഓൺ ആക്കുന്നു. നെക്സോൺ എടുക്കുന്നില്ല, കാരണം ബാറ്ററി ബാറ്ററി അടിച്ചുപോയി. പിന്നെ ഈ നമ്മൾ കംപ്ലൈൻറ്റുകാരെ വിളിച്ചിട്ട് അവർ ഈ പറഞ്ഞ എടുത്തുകൊണ്ട് പോകുന്ന ഈ പിക്കപ്പ് വണ്ടി റിക്കവറി വാൻ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. അതിനുശേഷം എൻ്റെ അത് കഴിഞ്ഞ് എനിക്ക് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്, 2 ആഴ്ച 1 മാസത്തിനടുത്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുന്നത്. ആ സമയം നമ്മുടെ കാർ പോർച്ചിലോട്ട് നോക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേവ് നമ്മുടെ നമ്മുടെ കല്ലറ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെയാണ്. കാരണം ആ വണ്ടി കിടന്ന പോർഷനിലൊരു ശൂന്യത. ദൈവം നാളെ ഈ വണ്ടി റിക്കവറായി വന്നാലും നാളെ ഇത് ഓൺ ആകുമ്പം പിന്നെ നമ്മൾ ദൈവം ഇത് വഴി കിടക്കുവോ, ഏതാ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ടാറ്റയുടെ വണ്ടിയിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ കയറുമ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവം നാണം കിടത്തില്ലേ ഓണാകണേ. ഇനി എന്നേലും ഒരു നല്ലൊരു പാട്ട് പുറയുന്ന പിള്ളേർ വെച്ചാട്ട് ഈ പാട്ടിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ ഞാൻ പറഞ്ഞാൽ ഇത് മൈക്ക് റിസീവ് ആവുമോ, ഇത് പ്ലേ ആവുമോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ്. പിന്നെ ഓപ്പൺ സൺറൂഫ് പറഞ്ഞ് നാറിയിട്ടുള്ള ഏക ആൾ ഞാൻ. ടാറ്റയുടെ കുറേ കമാൻഡുകളുണ്ട്. അപ്പം ഈ അടുത്ത സമയത്തൊക്കെ ഉള്ള സംഭവം ഇത്. എല്ലാവരുടെയും ആഗ്രഹമാണ് സൺറൂഫുള്ള ഒരു വണ്ടി എടുക്കുക, കൂട്ടുകാരുടെ മുന്നിൽ ഒന്ന് ആളാകുക എന്നുള്ളത്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മുമ്പ് വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ സൺറൂഫ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓപ്പൺ സൺറൂഫ് പറഞ്ഞ് 7-8 തവണ ആയപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, എടാ നീ ഇനി ക്ലോസ് സൺറൂഫ് എന്ന് പറഞ്ഞു നോക്കാം. അവൻ എന്നെ കളിയാക്കിയതാന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലായി. കാരണം തുറക്കാത്ത സാധനം ഞാൻ പിന്നെ ക്ലോസ് സൺറൂഫ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പല കാര്യങ്ങളും വണ്ടിയുടെ ഇംഗിതത്തിന് ഡിക്കി ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാറിപ്പോത്തേ ഉള്ളൂ. അപ്പം നിങ്ങളിത് ഇതൊക്കെ ഞാൻ ആദ്യമേ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വിഷമിച്ചാണ് ഞാനിത് പലരോട് ഷെയർ ചെയ്തത്. പിന്നെ നമ്മൾ പണ്ട് പറയുന്ന പോലെ ജോക്കർ സിനിമയിൽ ബഹദൂർ പറയുന്നത്, എടാ ആൾക്കാർ നമ്മൾ കരയാൻ പാടില്ല, ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പം ഫ്രോൺസ് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇതൊരു റിലയബിൾ വണ്ടി എന്നുള്ളത് നമുക്ക് സത്യത്തിൽ മനസ്സിലാകും. കാരണം ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു കീറാക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് ചെല്ലേണ്ടത് ചെല്ലും, അതേ ഉള്ളൂ. ആ കൂടെ എനിക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. നെക്സോൺ ഓടിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ഒരു കൂപ്പയ്ക്കകത്തിരിക്കുന്ന നല്ല ഫീലുണ്ട്. കോർണറിങ് ഒക്കെ നല്ല സ്റ്റേബിളാണ്. അതെല്ലാം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുമ്പോഴും ഫ്രോൺസിലിരിക്കുമ്പം ഇതിൻ്റെ വെയിറ്റ് കുറവ് ശരിക്കും നമ്മളെ മനസ്സിലാവും. വെയിറ്റ് കുറവ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുവാണെങ്കിൽ ഈസി ടു ഹാൻഡിലിങ്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കിൽ കൂടെ സിക്സ് പോലെ നമുക്ക് പോകാൻ പറ്റും. കാരണം സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ്, സസ്പെൻഷൻ വളരെ നെക്സോണിനകത്തൊക്കെ നമ്മൾ ചെറിയ ഹമ്പ് അടിച്ചാൽ നമ്മുടെ പെഡലി മുകളിൽ ഇടിച്ചിട്ട് തിരിച്ചു വരും. കാരണം സസ്പെൻഷൻ വളരെ സ്റ്റിഫാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടേ ഉള്ളൂ. കാരണം അവിടെ കഴിഞ്ഞു എത്ര ലോഡ് ഉണ്ടെങ്കിൽ നല്ല സസ്പെൻഷനാണ്. ഇത് ഹാൻഡിലിങ് നല്ല ഹാൻഡിലിംഗ് ആണ്. ടാറ്റയുടെയാണ് ഹാൻഡ്ലിങ്ങിന് ഏറ്റവും ബെറ്റർ. അത് ഞാൻ പറഞ്ഞില്ല. വെയിറ്റ് വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹാൻഡ്ലിംഗ് കൂടുതലാണ്. ഞാൻ പറഞ്ഞ ട്രാഫിക്കിൽ നമുക്ക് ഈ 6 ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഈ ലൈറ്റ് വെയിറ്റ് ഈ വണ്ടി 3 സിലിണ്ടർ ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് തരുന്നുണ്ട്. മൈലേജ് മസ്റ്റായിട്ട്. ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നൊരു മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്. വൈഫിനും കൂടെ ഓടിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് നമ്മളെടുത്തു. പേരിൽ നമുക്ക് ഓടിക്കാം. നമുക്ക് ഓൾറെഡി ഒരു മാനുവലുണ്ട്. അപ്പം പിന്നെ നെക്സോൺ എടുത്തപ്പോഴും അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് നമ്മുടെ അഡ്വൈസ് ചെയ്യുന്നത്, ഡോണ്ട് ഗോ ഫോർ
ഓട്ടോമാറ്റിക് ഫോർ ഡീസൽ വേർഷൻ. അവർ തന്നെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്ത് മാനുവൽ എടുക്കുക എന്നുള്ളത്. പക്ഷെ പിന്നീട് നമ്മൾ ഫ്രോൺസ് ഓട്ടോമാറ്റിക് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഓട്ടോമാറ്റിക് എന്തോരം നമുക്ക് റിലീഫ് തരുന്നുണ്ടെന്നുള്ളത്. അതെ, അന്ന് നിങ്ങൾ മാനുവൽ നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓട്ടോമാറ്റിക് മസ്റ്റ് ആണ്. ഇപ്പൊ ഇനി മുന്നോട്ട് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ അങ്ങനെ ആ ഒരു ഞാനും പണ്ട് ഗിയർ മാറ്റിയാലേ റൈഡിങ് ആവുള്ളൂ. ആ ഗിയറിന്റെ എനിക്ക് മനസ്സിലായത് ഒരു 30+ ഏജിലോട്ട് പോകുമ്പം എല്ലാ യൂത്തന്മാരും മാറി ചിന്തിക്കുന്നത് വളരെ നല്ലത്. നമ്മുടെ ചിരട്ടയും ജോയിന്റും ഒക്കെ തേഞ്ഞിരിക്കുകയാണ്, സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ക്ലച്ച് ഓട്ടുമ്പോൾ സൗണ്ട് ആണെങ്കിൽ നമ്മുടെ ചിരട്ടയുടെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മൈലേജ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നാമമാത്രമായിട്ടുള്ള മൈലേജ് ഡ്രോപ്പേ ഇപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടികൾക്കുള്ളൂ. അപ്പം അന്തസ്സായിട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്പർ ഇപ്പം പേടാണോ? നമ്പർ നിങ്ങൾ കണ്ടു കാണും. അത് ബോസ് എന്ന് പണ്ട് മുതലേ നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഓഫ് കോഴ്സ് എൻ്റെ പേര് ജീവൻ ബോസ് എന്നാണ്. അത് ഞാൻ ജീവൻ ബോസ്, ഈ ബിഗ് ബോസ് എന്നുള്ള നെയിം ട്രൂ കോളർ സെർച്ച് ചെയ്താൽ ബിഗ് ബോസ് എന്ന് വരും. അപ്പം അത് പറയുകയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സതീഷ് ചന്ദ്ര ബോസ്. പുള്ളിയുടെ അച്ഛൻ, അതായത് എൻ്റെ വലിയച്ഛൻ, അച്ഛനിട്ട പേര് സതീഷ് ചന്ദ്ര ബോസ്. പുള്ളി അതിൻ്റെ അകത്തുനിന്ന് ബോസ് പുള്ളി നാമം എടുത്ത് പുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പം തീർച്ചയായിട്ടും മകനെന്ന നിലയിൽ ഞാൻ ജീവൻ ബോസ്. ഞാനിടുന്ന സ്ഥാപനത്തിൻ്റെ പേര് ബിഗ് ബോസ്. എൻ്റെ വണ്ടിയുടെ പേര് 8055 ബോസ്. അതൊരു പ്രാസിക്കാൻ ഈ പറഞ്ഞപ്പോഴേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ബിഗ് ഞാൻ ആദ്യം ഓർത്തോണ്ടല്ലോ മറ്റേ ബിഗ് ബോസിന്റെ ഫാൻ വല്ലതായിരിക്കും അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എന്നെ 4 ദിവസം മുമ്പ് എനിക്ക് പരിചയമില്ലാത്തൊരു കോൾ വന്നു. കോൾ എടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് പറയുകയാണ് ബിഗ് ബോസ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത് നമ്മുടെ ജിമ്മിൻ്റെ ഒരു എൻക്വയറിയാണ്. അത് ഞാൻ വളരെ ഭവ്യത അതെ എന്ന് പറഞ്ഞു, സംസാരിച്ചു. എൻക്വയറി ആണോ, എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചു വന്നപ്പം പുള്ളി പിന്നെയും ടെൻഷൻ അടിച്ച് പറയുവാണ്, ജിൻഡോ ചേട്ടാ എൻ്റെ മോൾക്ക് ആക്സിഡൻറ്റ് പറ്റി, കൈക്ക് ഓപ്പറേഷൻ വേണം, 5000 രൂപയെങ്കിലും ചേട്ടൻ ഉടനെ അയച്ചു തരണം, എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ട്രൂ കോളറിൽ ഈ പയ്യൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ബിഗ് ബോസ് എന്ന് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും, കാരണം ജിൻഡോ എന്ന് പറഞ്ഞ ആ ആളും ഒരു ക്ലബ്ബ് നടത്തുന്ന ആളാണ്, പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആളാണ്, ബിഗ് ബോസ് വിന്നറാണ്. നമ്മളെ സമയത്തോടെ നമ്മൾ നാട്ടിൻപുറത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ജിമ്മ് നടത്തുന്നു. അപ്പം അതെല്ലാം വെച്ചിട്ട് ആൾ എന്നെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായി ട്രൂ കോളറിൽ നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരിപ്പുണ്ട്. അതാ ഞാൻ ചോദിച്ചത് 8055 നോക്കിയെടുത്ത് നമ്മളത് ബുക്ക് ചെയ്ത്. വളരെ വർഷത്തെ ആഗ്രഹമായിരുന്നു. കാരണം വണ്ടിയും വാഹനങ്ങൾ കണ്ടു തുടങ്ങിയ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. 8085 എന്ന് പറയുമ്പോഴത്തേക്ക് അതെൻ്റെ ഫാദറിൻ്റെ നെയിം റിസംബിൾ ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് 10 രൂപയുടെ അടുത്ത് ആയിട്ടുണ്ട്. സാധനത്തിൽ എനിക്കൊന്ന് KL33 ക്യൂവില് 8055 അത്ര പിടി വന്നില്ല. സാധനത്തിൽ ഇത് നല്ല ഒരു താറോ അല്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ നല്ലൊരു ഓഫ് റോഡ് വണ്ടിക്ക് പോകേണ്ട നമ്പറാണിത്. അതെ, നമ്മൾ ഗൂഗിൾ തന്നെ നോക്കിയപ്പോഴത്തേക്കും ബിഗ് ബോസ് റിസംബിൾസ് ബോസ് എന്നുള്ള ടൈം വരും. അത് പ്രീമിയം നമ്പറാണ്. അങ്ങനെ അന്നേരം പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കിലൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവന്മാരുടെ ജാഗ്വാറിനും പുതിയ സൂപ്പർ കാറുകൾക്ക് ഉള്ള നമ്പർ നമ്മുടെ ഈ ഇവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നീയും അർഹനാണ് എന്ന് മനസ്സിലായി. നിനക്കാണ് അതിന്റെ യോഗ്യത. പിന്നെ ജിമ്മാണോ, മീൻസ് സ്റ്റാഫാണോ അതോ? അല്ല, ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. ഇപ്പം 2 വർഷം ആകാൻ പോകുന്നു. ബിഗ് ബോസ് എന്നുള്ള പേര് സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. ഇതിൽ ഞാനും വൈഫും ഇതിൻ്റെ ബാക്കപ്പിലുണ്ട്. പിന്നെ ഇതൊരു ഞങ്ങളും ആഗ്രഹിക്കുന്ന എന്നാ അറിയും, എൻ്റെ ജിം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ജിം എന്ന് അറിയാതെ ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം നമ്മൾ നിറച്ചു കുത്തി. ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങളെ 900 വീഡിയോസ് 1000 വീഡിയോസ് പോസ്റ്റ് ചെയ്യാറായിട്ടുണ്ട്. 2 വർഷം ആയിട്ടുള്ളൂ. ചില ദിവസമൊക്കെ 5-6 അങ്ങ് കയറ്റിവിടും. പക്ഷെ ആൾക്കാരിലോട്ട് അത് പതിയണം എന്നുള്ളൊരു ഫിൽറ്റർ മാറ്റണം, ഇച്ചിരി ടെമ്പറേച്ചർ കൂടുതലാണ്. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് വരുന്നു. ഇതിപ്പോ 2 വർഷം ആകുന്നു. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനോടുള്ള ഒരു ആവശ്യം ലാലേട്ടൻ നമ്മുടെ ബ്രാൻഡ് പുള്ളിയും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ബ്രാൻഡ് നമ്മളും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ആവേശം. ഞാൻ ആദ്യം ഓർത്ത് ബിഗ് ബോസിന്റെ ആ സെറ്റപ്പാണ്. പക്ഷേ ഇത് ജിമ്മ് തന്നെയാണ് കേട്ടോ. ബിഗ് ബോസ് വേറെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ കുറച്ച് സംശയം തോന്നിയായിരുന്നു. ഓക്കെ. ഇപ്പം അതുകൊണ്ടാണ് കണ്ടോ മസിൽ മറ്റേ ഇപ്രാവശ്യം നാച്ചുറൽ ഇറങ്ങിയായിരുന്നല്ലേ? ഇപ്രാവശ്യം നാച്ചുറൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞില്ല, എറണാകുളത്ത് വെച്ചായിരുന്നു. അത് നമ്മുടെ ജിമ്മിന്റെ പേര് തന്നെ? നമ്മുടെ അല്ല, അത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ നമ്മുടെ ക്ലബ്ബിൽ ഒരിക്കലും ഞാൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പർട്ടിക്കുലർലി സബ് ജൂനിയർ കാറ്റഗറി. കാരണം അവരൊക്കെ പഠിക്കേണ്ട സമയമാണ്. ഈ 20 വയസ്സിനകത്തുള്ള പിള്ളേരെ ഈ പറഞ്ഞ സ്റ്റെറോയിഡ്സും കൊടുത്ത് അനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സും കൊടുത്ത് അവിടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാറ്റഗറിയാണ് സബ് ജൂനിയർ. അപ്പം അവരെ നെല്ലും പതിരും മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് അവരെ പഠിക്കാൻ വിടുക. അവർക്ക് തിരിച്ചറിയാനുള്ള പ്രായമാണ്.
നിങ്ങൾ എന്തെങ്കിലും ബോഡി ബിൽഡേഴ്സ് ട്രെയിനേഴ്സിൻ്റെ ഇടയ്ക്കിലാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരാളെ ഫോക്കസ് ചെയ്ത് ബോഡി ബിൽഡർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ഏണിംഗ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് ഏണിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക, എന്നിട്ട് അവരെ ബോഡി ബിൽഡിങ്ങിന് വേണമെങ്കിൽ പ്രിഫർ ചെയ്യുക. ഒന്നും അറിയാത്ത പിള്ളേരെ ഈ അപ്പനപ്പന്മാരുടെ പെൻഷൻ കാശിൽ നിന്ന് വരെ എടുത്ത് പോയി സ്റ്റെറോയിഡ്സ് മേടിച്ച് ബോഡി ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നത്. നമ്മൾ ബിഗ് ബോസില്ല പർട്ടിക്കുലർലി നമ്മുടെ ക്ലബിൽ മാത്രമായിരിക്കും ദിസ് ഇസ് എ ഡ്രഗ് ഫ്രീ സോൺ എന്നുള്ളൊരു നോട്ടീസ് ബോർഡ് വലുതായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് ഞങ്ങൾ പാലിച്ചു പോകും. അതിപ്പം ചിലരോട് ഇപ്പം കാണുമ്പോൾ ചോദിക്കും ഇത്ര സൈസൊക്കെ വരുമ്പോൾ സ്റ്റിറോയിഡ്സ് കുത്തി എല്ലാ ഫോട്ടോയ്ക്കും താഴെ മിനിമം 2 ഇഞ്ചക്ഷൻ്റെ ഫോട്ടോയെങ്കിലും. പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ ഇത്ര എല്ലാം കാണിച്ചു കൂട്ടിയിട്ടും. അത് പിന്നെ അതൊരു അംഗീകാരമായി മാറി. ഞാനൊരു 18 2006 ആയപ്പം ബേസിക്കലി ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ചോദിക്കത്തില്ലല്ലോ. നമ്മളെ കണ്ടിട്ട് കമന്റ് അടിച്ച് നെഗറ്റീവ് പറഞ്ഞു പോകുന്നവർക്ക് നമ്മൾ ഏതാ പാലക്കാരൻ തോർത്തി എന്നാണ് നമ്മൾ ടവൽ കാറ്റഗറിയിലോട്ട് എത്തിയിട്ടുള്ളത്. അത് പറഞ്ഞത് നിസ്സാരമായിട്ട് കൊണ്ടൊന്നുമല്ല. അതന്നെ. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മൾ നല്ലൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐഡന്റിറ്റി നമ്മുടെ വാഹനത്തിൽ വേണമെന്നുള്ള ഒരു, കാരണം നമ്മളൊരു മസ്കുലർ ഒരു 6'2" ഞാൻ ഒരു 100-105 കിലോയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വഹിക്കുന്ന വാഹനവും അത്രയും കരുത്ത് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ നെക്സോൺ എടുക്കുന്നത്. അപ്പം മനസ്സിലായി കരുത്ത് മാത്രം പോരാ, അതന്നെ ഒരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം റിലയബിലിറ്റി വേണം. അതുകൊണ്ട് ഞാൻ അവസാനം മാരുതിലോട്ട് ശാന്ത മനസ്സുമായിട്ട്. അതെ, എന്നെ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയപ്പോഴാണെങ്കിൽ മറ്റേ പറന്ന് കുതിക്കുന്ന കോർണറൊക്കെ അതെനിക്ക് അടിപൊളിയല്ലേ. വണ്ടി സ്റ്റേബിൾ ആയതുകൊണ്ട്. പിന്നെ അടുത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലേ വണ്ടിക്ക്? നെക്സോണ് ഇഷ്ടംപോലെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ ക്യാമറ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉള്ളപ്പം മിക്കപ്പോഴും എനിക്ക് ക്യാമറ 360 ഡിഗ്രി ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു. മിക്കപ്പോഴും പലരുടെയും ഹെൽപ്പ് വഴിയാണ് ഞാൻ മഴയൊക്കെ ഉള്ളപ്പം ചേട്ടാ ഒന്ന് നോക്കുമോ ബാക്ക് ഇടിക്കുമോ എന്നൊക്കെ ചോദിച്ചു വന്നുകൊണ്ടിരുന്നത്. പുതിയ വണ്ടി എടുത്തത് അതന്നെ. ഇപ്പോൾ ഫ്രോൺസിനെ സംബന്ധിച്ചോളം ബ്ലൈൻഡ് സ്പോട്ട് ഒരു 90% ഇല്ല. നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പെടലി തിരിച്ചാൽ നമുക്ക് 360 ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് പോകാൻ പറ്റും. ഈ പവറിന്റെ ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പവറിന്റെ ഇഷ്യൂ ഉണ്ട്, പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ജീവ നിനക്ക് 30 വയസ്സ് കഴിഞ്ഞു. അകാല നര അല്ല, പ്രായത്തിൻ്റെതായിട്ടുള്ള നര നിനക്ക് വന്നു കഴിഞ്ഞു. ഭാര്യ കുഞ്ഞ് ഒക്കെ വണ്ടിയിലുണ്ട്. ഒത്തിരി അഡ്രിനാലിൻ റഷ് വേണ്ട വണ്ടി. ഫ്രോൺസ് ആണ്, അത് തന്നെ. അപ്പം നീ അങ്ങനെ പോവുക. നിന്നെ എല്ലാവർക്കും അറിയാം, റാഷ് ഡ്രൈവ് ചെയ്ത് ഫൈൻ കൊടുക്കാൻ പോലും നിന്റെ ബുദ്ധിമുട്ടാണ്. മര്യാദയ്ക്ക് പോവുക എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എങ്ങനെ സർവീസ് എത്ര കിലോമീറ്റർ? സർവീസ് കിലോമീറ്റർ വളരെ കുറവാണ്, കാരണം വൈഫും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ. എന്നാലും ഒരു 4000-4000-അടുത്തായി. സെക്കൻഡ് സർവീസ് ആയിട്ടുണ്ട്. 2 മാസമോ 4 മാസത്തോളമായിട്ടുണ്ട്. ആവറേജ് മാസം 1000 കിലോമീറ്റർ ഇത് ഓടുന്നുണ്ട്. ഉണ്ട്. നമ്മൾ ആലോചിക്കുന്നത് ഈ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടുക എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്കും എല്ലാ ചവറോട്ടം ഓടും. അത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബൈക്ക് ഇടയ്ക്ക് നമ്മുടെ ആക്റ്റീവേ ഒന്ന് ചോദിക്കുക, എടാ ഇടയ്ക്കെങ്കിലും എന്നെ എടുത്തോണ്ട് പോയി പാല് മേടിക്കടാ. കാരണം അത്ര ഈസിയാണ്. കാരണം ഒരു സ്കൂട്ടർ ഓട്ടോമാറ്റിക് കൂടെ ആയതുകൊണ്ട് നമ്മൾ ഒരു ആക്റ്റീവേ പോകുന്ന അത്ര പീസ് ഓഫ് മൈൻഡിൽ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗിയർ മറി ഓടിക്കാൻ ഭയങ്കര തിരിച്ചു പോക്കില്ല ഉണ്ണി. അതാ പറഞ്ഞേ, ഓട്ടോമാറ്റിക് എടുത്താൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു ഹരം മനസ്സിലാക്കും. പിന്നെ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ആയി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ പവർ ഉള്ള ഒരു ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിലോട്ട് ചിന്ത വരും. മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനത് പറഞ്ഞു, സാധനം ഇതിൽ ഓട്ടോമാറ്റിക്കിന് നമ്മളെപ്പോഴും ഡ്രോപ്പ് ആകുന്ന ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാനുവലിനെക്കാളിലും 3-4 ഡ്രോപ്പ് ആകുന്നുള്ളത്. ഇത് വെറും നാമമാത്രമായിട്ടുള്ള ഡ്രോപ്പുകൾ. നമുക്ക് എങ്ങനെ ലോക്കൽ പോയാൽ പോലും നമുക്ക് ഒരു 17 പോയിന്റ് അല്ലെങ്കിൽ 18 അടുത്ത് ലോക്കൽ മൈലേജ് നമുക്ക് കിട്ടും. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിക്ക് ആ ഒരു 18 നല്ല മൈലേജ് തന്നെ, നല്ല മൈലേജ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നെക്സോണിക്ക് പറഞ്ഞ സമയത്ത് അതിന് ഇതിൻ്റെ അത്ര മൈലേജ് ഇല്ലായിരുന്നു ഡീസലിന്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം നെക്സോണും ലോക്കൽ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17 പോയിന്റ് ആണ്. ഇതിനും സെയിം തന്നെ കിട്ടുന്നത്. ശരിക്കും വണ്ടിയുടെ വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓടി മുതലാക്കാൻ പറ്റിയ വേറെ വണ്ടി ഇല്ല. അതന്നെ. ശരിക്കും ഫീച്ചർ വൈസ് ആണെങ്കിലേ ഫീച്ചർ ഓവർലോഡർ ആണ്. എക്സാക്ട്ലി അവിടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു EV-യിൽ കുറെ കംപ്ലൈന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോ എനിക്കൊരു തുടക്കമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ റിവ്യൂവേഴ്സും ജിഷ്ണു ഇട്ടതിന് ശേഷമാണ് പല റിവ്യൂവേഴ്സും ഈ യൂസർ, അതായത് ഉപഭോക്താക്കൾക്ക് പറ്റുന്ന നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് തപ്പിപ്പിടിച്ച് പോയത് നിന്റെ വീഡിയോയ്ക്ക് ശേഷമാണ്. ശരിക്കും പറഞ്ഞാലേ നമുക്കൊരു പോളിഷ്ഡ് ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഈസി, അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ വൈഫാണെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും അവർക്കൊക്കെ നമ്മളോട് ദൈവമേ ഇവൻ അബദ്ധം പറ്റിയില്ലോ എന്നുള്ള ഒരു ചിന്തയും ഒരു ചെറിയ രീതിയിൽ ഒരു നീരസവും ഒരു തമാശയും അങ്ങനെയൊക്കെ ആയിട്ടൊന്നും ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ ഒരു 3-4 ദിവസം നമുക്കൊരു ഭയങ്കര വേണ്ടിയിരുന്നില്ല. നമ്മൾ
എൻ്റെ മോശമല്ല, അത് ഞാൻ തന്നെ അറിഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് 10 പേരോടും കൂടെ അറിയിച്ചത്? ഇപ്പം വൈഫിനാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ അങ്ങനെ. പക്ഷെ ജിഷ്ണുവിനോട് അത് സംസാരിച്ചതിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് ഉള്ളവർ ഒരു കമ്മ്യൂണിറ്റിയും ഓക്കെ എടാ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, നമ്മളിതിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് പല കംപ്ലൈൻറ്റ് ഉള്ളവരും നമ്മളെ വിളിച്ച് ചോദിക്കുകയും ഈ കേസ് സർവീസ് സെൻ്ററിൽ പോയി ഇരുന്നാൽ തന്നെ ചേട്ടാ ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഞാൻ എൻ്റെ കല്യാണത്തിന് എടുത്ത വണ്ടിയാണ്, ഈ ഡിക്കി അടയുന്നില്ലെന്നും പറഞ്ഞു അവിടെ ഇപ്പം വരുന്നത്. ഞാൻ ടാറ്റയുടെ ഷോറൂമിൽ ചെന്നപ്പം പറയുന്നു. അപ്പം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സർവീസ് സെന്ററിൽ പോയി ഇരിക്കാൻ പേടിയാണ്. കാരണം എന്നാണെന്നറിയോ, ഈ വീഡിയോ കണ്ടതിന് ശേഷം ചേട്ടാ എനിക്കും പ്രശ്നങ്ങളുണ്ട്, ചേട്ടൻ്റെ റിവ്യൂ എടുത്ത ആളെ എനിക്കും പറയണം. ഒന്ന് വീഡിയോ ചെയ്തതിന്റെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് ടാഗ്ലൈൻ വന്നു ടാറ്റ ഹേറ്റർ അല്ല. നമ്മൾ ഒരു ഫാക്ട് പറഞ്ഞത്, ഒരു ഇന്ത്യൻ ബ്രാൻഡിന് ഇത്രയും ഫീസിബിലിറ്റി അല്ലെങ്കിൽ ഉണ്ട്, നമ്മുടെ ഇവിടെ ഒരു സ്വീകാര്യതയുണ്ട്, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കടമ്പ ഇവർ കടന്നു കഴിഞ്ഞു. ഇവര് സർവീസും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് ഇവരെ ബ്യൂട്ടി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സംസാരിക്കുമ്പം ഈ 11-ാം തീയതി നമ്മൾ സംസാരിക്കുമ്പം മനസ്സിലാക്കേണ്ട കാര്യം, 4 ദിവസം മുമ്പ് കെർവ് എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഇവർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒരു തമാശ രൂപയാണെങ്കിൽ ഞാൻ നമ്മുടെ ടാറ്റയിലെ എക്സിക്യൂട്ടീവ് ഇൻഡസ്ട്രികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാനിത് വിറ്റിട്ട് കെർവ് എടുക്കാൻ പോവാന്ന്. തീർച്ചയായിട്ടും എൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞ കാര്യം, എറുതിന്ന് വറുചട്ടിയിലോട്ട് ചാടാൻ സാറിന് മോഹമായോ? അവർക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ഉള്ളതും കൂടെ നന്നായിട്ടൊന്ന് ഓടിച്ചിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ പോയി എടുക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് മനസ്സിലായി ചെറുപറായ മോഡൽ ഇറക്കുന്നതിനെക്കാട്ടും നല്ലത് ഇറക്കുന്ന ഓർണം. ഇപ്പം മാരുതി ആണെങ്കിലും ഒരു മോഡൽ ഇറക്കി കഴിഞ്ഞാൽ അത് വണ്ടി എടുക്കുന്നവരെ പൊട്ടന്മാരാക്കല്ലേ. കാരണം ടാറ്റ നെക്സോൺ എടുത്ത ആൾക്കാർ ആ ഒരു പ്രൗഡ് ഷിപ്പിൽ നിൽക്കുമ്പം തന്നെ തീർച്ചയായിട്ടും 5-8 മാസം കഴിയുമ്പോൾ ഓക്കെ ഇതിനെ തന്നെ വെച്ചിട്ട് കെർവ് എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ മാരുതി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവർ ഒരു മോഡൽ ഇറക്കി കഴിഞ്ഞാൽ ഒരു 5 വർഷമെങ്കിലും ആ മോഡലിൽ ഓൾട്ടർനേഷൻ കൊടുക്കാതെ ആ കമ്മ്യൂണിറ്റി അവർ പ്രൊട്ടക്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് അതിന്റെ പെട്ടെന്നൊരു ഫേസ് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ഒന്ന് നമ്മുടെ വണ്ടിയുടെ ഡൗൺഗ്രേഡ് ആവും. തീർച്ചയായിട്ടും. പിന്നല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫീച്ചേഴ്സ് ചിലപ്പം അതിന് കിട്ടും. അപ്പം നമ്മൾ ആലോചിക്കത്തില്ലേ ഇവന്മാരെല്ലാം നമ്മുടെ തലയിൽ വെച്ച് തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാരുതിയെ സംബന്ധിച്ചോളം അവരെ ഇറക്കി കഴിഞ്ഞാൽ 5 വർഷമെങ്കിലും അതിൽ ഗിമിക്സ് ഒന്നും കാണിക്കാതെ, വലിയ ഗിമിക്സ് ഒന്നും ഇതിൻ്റെ അകത്തും ഇല്ല, എല്ലാം സോഫ്റ്റ്വെയറിന് താങ്ങാൻ പറ്റുന്ന സ്പെക്സുകളെ മാരുതി കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ വണ്ടികൾക്കും അങ്ങനെയാണ്. അവർ 100% ഫീസിബിലിറ്റി ഉള്ള എഞ്ചിൻ അല്ലെങ്കിൽ ഒരു കാലിബർ ഉള്ള എഞ്ചിന് അവരുടെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന 90% പവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആ 10% പവർ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ റിലയബിലിറ്റി ലൈഫ് കിട്ടാൻ. നീ ടൊയോട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഒരു ഈ ഇന്റീരിയർ സ്വർഗം ടാറ്റ കൊടുക്കാൻ വേണ്ടി ടൊയോട്ട കൊടുക്കാൻ വേണ്ടി അവർക്ക് ലെക്സസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇന്റീരിയർ സ്വർഗം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെക്സസ് എടുക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ റിലയബിലിറ്റി ആ സംഭവമാണെങ്കിൽ നിങ്ങൾ ടൊയോട്ടയുടെ മറ്റു വാഹനങ്ങൾ എടുക്കും. ഞങ്ങൾ ഉദ്ദേശിച്ചത് റീബാർജ് വെർഷൻസ് അല്ല കേട്ടോ, ഇതിന്റെ റീബാർജ് ചെയ്ത് വരുന്ന അതല്ല അത് മറ്റേ ചേട്ടാനിയാന്ന് വിളിക്കുന്ന അടുത്തേക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായിരുന്നു. എഞ്ചിൻ മറ്റേ പെയിന്റ് അടിക്കാൻ കൊടുത്ത വണ്ടിയുടെ എഞ്ചിൻ പിടിച്ചു വെച്ചത്. അത് അങ്ങനത്തെ വല്ല ഫീലിങ്സ് വല്ല ഉണ്ടായിരുന്നോ? സർവീസിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാറ്റിസ്ഫൈഡ് ആണ് മാരുതിയുടെ ഫോളോ അപ്പ് ചെയ്യുക, കറക്റ്റ് ഫോളോ അപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ചിലവരെ വിളിച്ച് നമ്മൾ ഈ സൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാന്ന് പറയേണ്ട രീതിയിൽ, ദാറ്റ് മീൻസ് അവർക്ക് അറിയാം അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അവരുടെ ഭാഗത്തുനിന്ന്, സർവീസ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശവും കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് വരല്ലേ അവർക്ക്. കാരണം മാരുതിയുടെ ആളിനെ സംബന്ധിച്ചോളം അവരുടെ ഹെഡിലോട്ടൊരു കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം മൊത്തം സർവീസിലെ ആൾക്കാരിലോട്ട് വരും. അപ്പോൾ അവർ മാക്സിമം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പരിഹരിക്കാൻ തന്നെ ശ്രമിക്കും. നമ്മളെ ഹെഡിൻ്റെ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവിടുത്തെ സ്റ്റാഫുകൾ കൊണ്ടുപോകത്തില്ല. അതേപോലെ തന്നെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി അടുത്ത സർവീസിന് കൊടുക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സർവീസിന് കൊടുക്കുമ്പോൾ വാഷിംഗ് ഭയങ്കര മോശമായിരുന്നു, ഇതിലും ഞാൻ വാഷ് ചെയ്താൽ മതി എന്ന് ചുമ്മാ പറഞ്ഞു നോക്കിയോ? അവരുടെ അടുത്ത വാഷിംഗ് ഫ്രീ ആയിട്ട്. തീർച്ചയായിട്ടും കേട്ടോ, ഞാനതിടയ്ക്ക് ടാറ്റയിലൊന്ന് പരിശ്രമിക്കാൻ നോക്കുകയാണ്. സാർ അത് പെയ്ഡാവും സാറേ എന്ന് പറഞ്ഞു വിട്ടു. കാശ് കൊടുത്ത് കഴിക്കോളൂ. ബോഷിന്റെ ഒരു പ്രഷർ വാഷർ മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി കായികാധ്വാനം ഉണ്ടെങ്കിൽ അതങ്ങ് കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഓവറോൾ എങ്ങനെയുണ്ട്? അതായത് ട്രാവൽ കംഫർട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന ബാക്കില് നെക്സോണേക്കാട്ട് സ്പേസ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നെക്സോണിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ ക്രാമ്പ് ഫീലാണ്. കാരണം ഞങ്ങൾ ഫാമിലിയുള്ള 5 പേര് തന്നെ ഇതിൻ്റെ അകത്തും നെക്സോണിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഗിമിക്സ് അകത്ത് കുറേ ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കാലിറ്റി ലൈഫിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നെക്സോൺ ആണ് ഫ്രോൺസ് ആണ് ഒരു പ്രാക്ടിക്കൽ സൈഡിൽ കംഫർട്ടിലോട്ട്. സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു 100 കിലോ ഉണ്ട്, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെ ആയിരിക്കും. നെക്സോണിൽ ഇരിക്കുന്നതിനെക്കാട്ടി സീറ്റിംഗ് കംഫർട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നു. കണ്ടു കഴിഞ്ഞാൽ മസ്കുലർ സീറ്റും കാര്യങ്ങളും അതൊക്കെ ചങ്കി സീറ്റൊക്കെയാണ്. പക്ഷേ നമ്മളെ ക്യാച്ച് ചെയ്ത് നിർത്താനുള്ളത്
കാരണം ഈ വിങ്സ് താങ്ങാനുള്ള ഒരു കെൽപ്പ് നെക്സോണിൻ്റെ സീറ്റിനില്ല. ലെതറേറ്റ് സീറ്റാണ്. പിന്നെ വെന്റിലേറ്റർ സീറ്റിൻ്റെ കാര്യം വളരെ മോശമാണ്. കാരണം ഞാൻ XL6 കൂടെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ വണ്ടി XL6 ആണ്. അപ്പം എനിക്ക് മനസ്സിലായി XL6ൻ്റെ ഒക്കെ വെന്റിലേറ്റർ സീറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് വെന്റിലേറ്റർ സീറ്റ്. നമ്മളെ സ്വർഗം കാണിക്കുന്ന രീതിയിൽ കുളിര് കിട്ടേണ്ടടുത്ത് കിട്ടും. പക്ഷേ നെക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സൈലൻ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ ആലോചിക്കും എവിടെയെങ്കിലും തണുക്കുന്നുണ്ടോ, നിന്റെ പുറം തണുക്കുന്നുണ്ടോ, ഒരു കിടുതാപ്പും അതിൻ്റെ അകത്ത് ഇല്ല. കാരണം ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വേറൊരു വണ്ടിക്ക് സാറ് ട്രൈ ചെയ്ത് നോക്കുക നെക്സോണ്ട്, അത് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹാരിയർ, നമ്മുടെ അനസ് ബില്ലയുടെ ഹാരിയർ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിന് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഹാരിയർ വേറെ പ്ലാറ്റ്ഫോമിലുള്ള അതിന് നല്ല കാറ്റ് കിട്ടും, നിങ്ങളുടെ നെക്സോൺ ചെറിയ വണ്ടിയാണ്, അപ്പം ചെറിയ വെന്റിലേഷൻ സീറ്റേ കിട്ടത്തുള്ളൂ. അപ്പം ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ വല്ലാതെ പെട്ടുപോയി. കാരണം ഇത്രയും ഫീച്ചറുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ട് വെന്റിലേറ്റർ സീറ്റ് ഓൺ ആക്കിയിട്ട് ഒരു രോമം പോലും തണക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ അല്ല അത് വെന്റിലേറ്റർ സീറ്റ്. അതൊരു പക്കാ ഗിമിക്കായിട്ടും ഒരു സെഗ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാര് നെക്സോൺ എൻ്റെ തന്നപ്പം തന്നെ ഇവർ എൻ്റെ അടുക്കൽ ആദ്യം പറയുന്നത് ഇതിൻ്റെ അകത്ത് JBLൻ്റെ സിസ്റ്റം ആണെന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കുന്നത് വണ്ടി മേടിച്ചതിന് ശേഷമാണ് അവരും മനസ്സിലാക്കുന്നത് അത് ഓട്ടോമാറ്റിക്കിന് മാത്രമാണ് 8 സ്പീക്കർ വരുന്നത്, അതിന് JBLൻ്റെ. നമുക്ക് വരുന്നത് ഹർമൻ്റെ സിസ്റ്റമാണ്. കൂടാതെ ഒരു സ്പീക്കർ കുറവ്, നമുക്ക് ബൂട്ടിൽ വരുന്ന ഒരു സബും കുറവാണെന്നുള്ളത്. ഇതിനെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു ഗിമിക്സും ഇല്ല. 4 സ്പീക്കറുണ്ട്. തരക്കേടില്ലാത്ത എനിക്കൊന്ന് അൽക്കമിസ്റ്റ് JBL സബ് ബ്രാൻഡ് തന്നെ, കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നന്നായി പോകും. നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഒരു പർപ്പിൾ കളറ് നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മുടെ നാട്ടിൽ, കാരണം അധികം സെയിൽ പർപ്പിൾ കളറില്ല. എനിക്കൊന്ന് സെയിൽ ലിമിറ്റ് ചെയ്യുന്നു തോന്നുന്നു പർപ്പിൾ കളർ. കാരണം ശരിക്കും പറഞ്ഞ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീലപ്പൻ കളർ ഇല്ല പർപ്പിൾ ആയിരുന്നു. അപ്പം പർപ്പിൾ കളർ നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ തന്നെയായിരുന്നു. കാരണം അത് ടോപ്പിന് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്ന കളറാണ്. അപ്പം ആ സാധനം എടുത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ ആ വണ്ടി അതിന്റെ ഐഡന്റിറ്റി നമുക്ക് കിട്ടി. ഇത് കൂടാതെ എനിക്ക് മനസ്സിലായത് നെക്സോൺ ഞങ്ങളുടെ ബാങ്കിന്റെ പാർക്കിംഗ് സൈഡിലായിരിക്കും നമ്മൾ ഇട്ടിട്ടുള്ളത്. മിക്കവരും ഈ നമ്മുടെ റിവ്യൂവിന് ശേഷം ഒരു 4-5 പേരെങ്കിലും പിള്ളേരും ജോലിയുള്ളവരും ഒക്കെ വണ്ടി നിർത്തിയിട്ട് ഈ നീല വണ്ടിയുടെ ഓണർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ മുകളിൽ നിന്നെല്ലാം വിളിച്ച് വണ്ടിയുടെ റിവ്യൂ കണ്ടിട്ട് നിന്നെ തല്ലാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷെ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് പറയുന്നത് ചേട്ടൻ ഉള്ളതൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്, എന്തെങ്കിലും ഇല്ലാത്ത ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും എൻ്റെ പർട്ടിക്കുലർ യൂണിറ്റിന്. ഞാൻ അപ്പോഴും പറയുന്നുണ്ട് എൻ്റെ പർട്ടിക്കുലർ വണ്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ജാതകവും ഗ്രഹനിലയും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വണ്ടി കിട്ടും. എൻ്റെ മോശം സമയത്തായിരിക്കും ഞാനത് എടുത്തിട്ടുള്ളത്. എന്നാലും അവരെ കൊണ്ട് ഇപ്പം എൻ്റെ തേർഡ് സർവീസ് ആയിട്ടുണ്ട്. തേർഡ് സർവീസിന് ഗ്രഫീൻ കോട്ടിങ്ങിൻ്റെ ഒരു റീഫർബിഷ്മെൻറ്റും ഒരു കോട്ടിങ് കൂടെ ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അവർ മീൻസ് നമ്മളെ കേൾക്കാൻ തയ്യാറായി. ആ വീഡിയോയ്ക്ക് ശേഷം ഇവർ നമ്മുടെ ഫോളോ അപ്പ്, ഈ വീഡിയോയ്ക്ക് ശേഷമാണ് ടാറ്റയിൽ എൻ്റെ അടുക്കൽ സാർ കസ്റ്റമർ കെയറിൽ നിന്ന് ആദ്യമായിട്ട് വിളി വരുന്നത്, സാർ 5 സ്റ്റാർ റേറ്റിംഗിൽ ഞങ്ങളുടെ സർവീസിന് എത്ര തരുമെന്നുള്ളത്. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ആണ് അവർ ബാക്കിയുള്ള മാരുതി എങ്ങനെയാണ് കസ്റ്റമർ സർവീസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചിട്ട് അവരെൻ്റെ അടുക്കൽ ആദ്യം ഞാൻ വളരെ ദേഷ്യപ്പെട്ടു. കാരണം ഇത് ഞാൻ ഒരു വീഡിയോ ഇടേണ്ട വന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ സ്റ്റാർ റേറ്റിംഗ് ചോദിക്കാൻ. അപ്പം ശരിക്കും എന്നോട് ആദ്യം ജീവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കേസ് ഇതല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവും. അത് തന്നെ അവർ ഇച്ചിരി കൂടെ ഒന്ന് നന്നാകും. കാരണം നമുക്ക് ഇനിയുള്ളത് ആ ഡീലർഷിപ്പ് മാത്രമേ ഉള്ളൂ, ഈ പർട്ടിക്കുലർ ഡീലർഷിപ്പ് മാത്രമാണ് ഇപ്പം നിലവിൽ മാസീവായിട്ട് ടാറ്റ കാർസ് സെയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർവീസ് ടീമിനെ അവർ ആ ഒരു കേപ്പബിലിറ്റിയിൽ എത്തണം. ഈ അണ്ടർ പ്രഷർ വരുമ്പോഴത്തേക്കും യൂട്യൂബ് നോക്കി കസ്റ്റമറിനെ യൂട്യൂബിൽ നോക്കി ഇതിങ്ങനെയാന്ന് പറയല്ല വേണ്ടത്, അതിന് റെമഡി കണ്ടെത്തിയിട്ട് അത് ചെയ്ത് അത് തന്നെ. കാരണം വളരെ ചൈൽഡിഷ് ബിഹേവിയർ ആണ്. നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും യൂട്യൂബ് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാന്നൊക്കെ പറയുന്നത്. അത് തന്നെ. മാരുതി എന്ന് പറയുമ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആണ്. അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് ഗിമിക്സ് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഇത്രയും സെയിൽ യൂണിറ്റ് ഉള്ളതുകൊണ്ട് അവർക്കറിയാം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കസ്റ്റമർ പോയി ചൊറിയാൻ നിന്നാലും AVG-കാർ അല്ലെങ്കിൽ മാരുതിയുടെ ആൾക്കാർ വഴങ്ങി തരത്തില്ല. കാരണം അവർക്ക് ആ ഒരു ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്നാ പ്രത്യേകത എന്നറിയോ, ഇപ്പോൾ ഇവരുടെ ആണെങ്കിലും വേറൊരു വണ്ടിയുടെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻസ് പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സീനിയർ ടെക്നീഷ്യനാണ് വരുന്നത്. അത് ഭയങ്കര ചേഞ്ച്. ഇത് IT കഴിഞ്ഞവർ അല്ലെങ്കിൽ മീൻസ് വളരെ ബീനറായിട്ടുള്ളവർ തന്നെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ചെല്ലുന്ന കസ്റ്റമറെ ഡീൽ ചെയ്യും. എന്നിട്ട് അവനും സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ വിളിക്കും, അവൻ്റെയും ആൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി ഇങ്ങനെ അവർ 4 പേരും കൂടെ
കുശൂശു എങ്ങനെ നമ്മൾ ഓർത്ത് ഇതിൻ്റെ അകത്ത് ഇനി ടൈം ബോംബ് വല്ലതാണ് വെച്ചിട്ടുള്ളത്. എന്താ സംഭവം അത് തന്നെ അവർക്ക് ബേസിക് ഐഡിയനെ കുറിച്ചുള്ള സ്റ്റഡി കൊടുക്കുന്നില്ലാത്തതാണ് മെയിൻ. പക്ഷേ ഇവർക്ക് ട്രെയിനിങ് ഒക്കെ പറഞ്ഞ് ഇവർ പൂനെയിലൊക്കെ പോകുന്നുണ്ടെന്നേ. പക്ഷേ അവിടെ പോയി പാർട്ടിയാണെന്ന് എനിക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടെന്നറിയോ, ഈ പറയുന്ന ഫീച്ചേഴ്സ് ഈ സെഗ്മെന്റ് വണ്ടികൾക്കില്ല. പക്ഷെ ആ ഫീച്ചേഴ്സിനുള്ള സ്റ്റഡിയാണ് അവർ കൊടുക്കാതെ, മനസ്സിലായോ? മാരുതിയെ സംബന്ധിച്ചോളം എല്ലാ വണ്ടികൾക്കും ഒരു കോമൺ സാധനം, ഒരു സെയിം സാധനമായിരിക്കും. കാരണം നമ്മൾ ഇഗ്നീസിന് എടുത്ത സെയിം സാധനം തന്നെ ഒരു പക്ഷേ ആയിരിക്കും ഇതിന്റെ ഒരു ഇച്ചിരി വലിയ ഇത് ഗ്രാൻഡ് വിറ്റാര വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഇനിയുള്ള ഗിമിക്സ് മൊത്തം കിടക്കുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. കാരണം ഒരു ഡിസൈൻ വൈസ് കൊണ്ടുവരേണ്ട അങ്ങേറ്റം. ഇപ്പം തന്നെ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ ഹുണ്ടായി വെർണ, അത് എന്ത് ലെജൻഡറി ഡിസൈനിലിരുന്ന ഒരു വാഹനമാണ്. അതിപ്പം വന്ന് ഇലക്ട്രിക് ആണോ ഡീസൽ ആണോ പെട്രോൾ ആണെന്ന് പോലും കണ്ടാൽ മനസ്സിലാവും. കാരണം ഡിസൈൻ ദാരിദ്ര്യം ഇപ്പോഴത്തെ ഡിസൈനേഴ്സിനുണ്ട്. അത് പക്ഷേ ടാറ്റയുടെ ഡിസൈനേഴ്സ് ഇപ്പം പർട്ടിക്കുലർ മാരുതിയുടെയും ടാറ്റയുടെയും ഡിസൈനേഴ്സ് അതിനെ നന്നായിട്ട് അല്ല, എടുത്തു പറഞ്ഞ ടാറ്റയുടെ മാത്രമേ പറയുള്ളൂ. ടാറ്റയുടെ ഡിസൈൻസ് ഒക്കെ ഒരു രക്ഷയില്ല. റേഞ്ച് റോവർ ഒരു പിന്നെ ഡിസൈൻ സ്പെക്സ് വെച്ചാൽ അത് ഇപ്പോഴും ടോപ്പ് നോച്ച് തന്നെയാണ്. പിന്നെ ആസ് വെൽ ആസ് നമ്മൾ മാരുതിയുടെ കാര്യം മഹീന്ദ്രയുടെ കാര്യം വിട്ടുപോകല്ലോ കേട്ടോ. മഹീന്ദ്രയുടെ ഞാൻ പറയാൻ കാര്യം അവരുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ക്ലസ്റ്ററും, അയ്യോ അത് വളരെ റെസ്പോൺസീവ് ആണ്. നമ്മൾ മിക്കവരും അതൊരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം തന്നെ അതിന്റെ പ്രീമിയം ഇന്റീരിയേഴ്സും അതേപോലെ തന്നെ അതിന് അധികം ഗ്ലിച്ചുകളുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡെഡ് എൻഡ് ഗ്ലിച്ചുകളല്ല, ഒരു അനിശ്ചിതത്തിൽ അവരുടെ പ്രശ്നം വരത്തില്ല. അതൊരു ഭയങ്കര ഫീച്ചേഴ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ മാരുതി മഹീന്ദ്ര ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടും ഈ ഹൊറിസോൺ ഉണ്ടായിരുന്നു. ഹൊറിസോൺ പറയുന്നില്ല, അവർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ സർവീസ് സെന്റർ കോട്ടയത്ത് നിന്നൊക്കെ നിർത്തിപ്പോയി. ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്, പുതിയ ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ടാറ്റയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോണം, നിങ്ങൾ ചിന്തിച്ചോണം. ഇപ്പൊ കെർവ് ഇറങ്ങി, തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വേറെ ഒരു ക്യാമഫ്ലാഗ് വണ്ടിയും ടാറ്റയുടെ പോകുന്ന കാണാം. അപ്പൊ ഇപ്പം കെർവ് എടുക്കുന്നവർ തന്നെ ചിന്തിക്കും ഇത് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കില്ല ടാറ്റ, ഞാൻ എടുക്കാൻ നോക്കിയിരിക്കും അടുത്ത മോഡൽ. മാരുതി ആണെങ്കിൽ ഐഫോൺ പോലെയാണ്, എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ ടാറ്റ വേറെ ഫീച്ചേഴ്സ് വരാൻ ശ്രമിക്കുന്നുണ്ട്. ശിവോമി ആയാലും കുഴപ്പമില്ല, നമുക്ക് സർവീസ് കിട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ലല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഫ്രോങ്സിൽ നിൽക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? ശരിക്കും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് വളരെ എന്ന് പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. കാരണം ഒരു ബാക്കപ്പ് വണ്ടിയായിട്ട് എടുത്തിട്ട് നിലവിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൈമറി വണ്ടിയായിട്ട് മാറുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൈഫായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 3D ഗ്രാഫിക്സ് വർക്കൊക്കെ 2 ബമ്പർ സൈഡിലും ഉണ്ട്. സൂക്ഷിച്ച് മനസ്സിലാവും. പുള്ളിക്കാരും ബേസിക്കായിട്ട് അറിയായിരുന്നു. പിന്നെ വണ്ടി കൈ തെളിഞ്ഞത് ഫ്രോൺസ് ആണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പെയിന്റിംഗ് വർക്കുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി വളരെ കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ, വളരെ കോൺഫിഡന്റ് ആണ് വണ്ടി ഓടിക്കാൻ. യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതെ തന്നെ. ഞാൻ ഇഗ്നിസ് എടുത്തില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവാൻ. ഞാനത് പറഞ്ഞു, ഇഗ്നിസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺസേണും കൂടെ അതന്നെ. അല്ല, അപ്പോഴേ ഞാൻ ഇഗ്നിസിൽ നിന്ന് മാറാൻ കാരണം തന്നെ അന്ന് സർവീസിന് കൊടുത്തിട്ട് ഇവന്മാർ എൻ്റെ ഇടയിൽ ബാറ്ററിയുടെ വിഷയം വന്നില്ലേ, അന്ന് കൊടുത്തിട്ട് വണ്ടി തിരിച്ചു തരാൻ 2 ആഴ്ചയോളം എടുത്തു. അന്ന് എനിക്ക് മനസ്സിലായി ബാക്കപ്പ് വണ്ടി ഇഗ്നിസ് ആണെങ്കിൽ ഞാൻ മിക്കവാറും കുനിഞ്ഞു മടങ്ങി അതിൻ്റെ തിരിക്കേണ്ടി വരും. കംഫർട്ട് യൂസ് ചെയ്യാൻ പാടില്ല, പൊക്കം ഭയങ്കര ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും. അതേപോലെ വെയിറ്റും എല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് ഇതിന്റെ സീറ്റിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെയാണ് തീർച്ചയായിട്ടും ഇത് മാരുതിക്ക് ഒരു ബന്ധുവിനെ കൂടെ അറിയിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, നാളെ മാരുതിയുടെ പ്രൊമോഷൻ ഒന്നും പറഞ്ഞ് വരേണ്ടതില്ല. ഇനി ഇവന്മാര് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും മോശം അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. ഫോളോ അപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈങ് ആണ്. തീർച്ചയായിട്ടും. അതിൽ കൂടുതലാണെന്നേ ഉള്ളൂ മാരുതിയുടെ ഭാഗത്ത്. വൈഫ് പോലും ചില സമയം വിളിക്കാതിരിക്കുമ്പോഴത്തേക്കും AVG-കാർ എന്നെ വേണ്ടുവോളം വിളിക്കാറുണ്ട്. സമാധാനമുണ്ട്. അവരുടെ സർവീസിൽ വെച്ചോ 5 സ്റ്റാർ അപ്പോഴത്തേക്ക് പറയുന്നത് സാർ വേറെ കാര്യത്തിന് വിളിച്ചു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പറയേണ്ടത് തിരുവല്ലയിലെ AVG എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അഫ്സൽ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ആണ്. ചുമ്മാ അതുവഴി പോയാലും നമ്മളെ കാറ്റ് പിടിച്ച് അവൻ അത് മനസ്സിലാക്കി നിങ്ങൾക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമില്ലേ, അങ്ങനെ കയറി ചെന്നതാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഒരു കഴിവ് എന്നാന്നുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ ഫീൽഡിനോട് ഇഷ്ടപ്പെട്ട്, സെയിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മുരടിച്ച് നിൽക്കുമ്പോഴും ഈ സെയിൽ ഫീൽഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ക്രേസാണ്. കാരണം വളരെ കോണ്ട. ഇപ്പം ഞാൻ എടുത്തതിന് ശേഷം തന്നെ പുള്ളിക്ക് 2 വണ്ടിയും കൂടെ വേറെ നമ്മുടെ കെയർ ഓഫിൽ തന്നെ. കാരണം ഒരു നമ്മളിപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ചാണകക്കുഴി ചാടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇവൻ ഇനി ചാടത്തില്ല, ഇവൻ ഇനി എടുക്കുമ്പോൾ നോക്കി എടുക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അവര് ഓക്കെ ജീവനപ്പം മാരുതി അതന്നെ. അപ്പോൾ ജീവൻ മാരുതി എടുത്തു. അപ്പോൾ ഇതിലെന്തോ സംതിങ് ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ പരിചയത്തിൽ തന്നെ ഉള്ള 2 പേരോളം ദൈവത്തെ ഓർത്ത് ഇതിന് ഞാൻ പറഞ്ഞു
എൻ്റെ ശരിയായി, നിങ്ങൾക്ക് ശരിയാവണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചിലർക്കൊക്കും ചിലർക്കൊക്കില്ല. ടാറ്റയുടെ ഷെയർ അടിച്ചു, ഇനി മാരുതിയുടെ ഷെയർ പിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഇത്ര നടത്തില്ല, ഒരു 4 മാസം ജേർണി അല്ലേ? തീർച്ചയായിട്ടും. ഫ്രോങ്സിൽ, ടാറ്റയിൽ നിന്ന് ഫ്രോങ്സിലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ഉണ്ട്. എന്നാലും ഒരു റിലയബിലിറ്റി, നമ്മൾ രാവിലെ ഇഗ്നിഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഓൺ ആകും, ആ ഒരു വൈബ്രേഷൻ എനിക്ക് കിട്ടുമെന്ന് കോൺഫിഡൻ്റ് ഉള്ളത് ഇന്ന് എനിക്ക് മാരുതി തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ശുഭാപ്തി വിശ്വാസം ടാറ്റ എടുത്തിട്ട് പഠിച്ചില്ലേ? ശുഭാപ്തി വിശ്വാസത്തിന്റെ അർത്ഥവും ഞാൻ ടാറ്റയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്നാണെങ്കിലും ടാറ്റയും മാരുതിയും അല്ലെങ്കിൽ വേണ്ട ഫ്രോങ്സും നെക്സോണും തമ്മിൽ ചെറിയൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അല്ലേ? എന്നാലും നിങ്ങൾക്ക് പല കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കൂടെ സുപരിചിതനായ ജീവൻ ബിഗ് ബോസ് തന്നെയാണ്. ജീവൻ ബിഗ് ബോസിന്റെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളിവിടെ കേട്ടു. ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഐ ആം ബാക്ക് എന്നുള്ള രീതിയിൽ ഇനിയും ഇതിന്റെ പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഇതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉള്ളതുപോലെ പറയും. ഓക്കെ, അപ്പം എന്നാണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ കൂടി ആണെന്ന് ഞാൻ കണക്കാക്കി. വേറെ ആളുടെ അടുത്ത് ഞാൻ എന്റെ വണ്ടി കച്ചവടം ഞാൻ ഇവിടെ കൊണ്ട് വണ്ടി ഓടുക, ലക്ഷങ്ങളോളം കിലോമീറ്റർ ഓടുക, പിന്നെ ഏതെങ്കിലും വണ്ടി എടുക്കുക, എന്നാലും ഈ പരിപാടിയും കൊണ്ട് ഇതുകൊണ്ട് നിർത്തി. എന്നാളൊരു നല്ല വീഡിയോയ്ക്ക് വീണ്ടും നമ്മുടെ ജീവൻ ബിഗ് ബോസ് ഭാഗമായിരിക്കുകയാണ്. ജീവനോട് ഒരു പ്രത്യേക താങ്ക്സ് പറഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും കാണണ്ടേ?